ഹലോ നല്ല നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഹോളിവുഡിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായിട്ടുള്ള YRFൻ്റെ സ്പൈ യൂണിവേഴ്സിലെ 7ാമത്തെ ചിത്രം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 ലേഡി സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആലിയ ഭട്ടും ഷർവാരിയും തകർത്ത് അഭിനയിച്ച ആൽഫ ഒടുവിൽ തിയേറ്ററിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. ഏക് ദേ ടൈഗർ, വാർ, പഠാൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ട് ശീലിച്ച നമ്മുടെ മുന്നിലേക്ക് 2 പെൺസിംഹങ്ങൾ വരുമ്പോൾ എങ്ങനെയുണ്ട് പടം ആൽഫാം? അത് അൽഫാമായി പോയോ എന്ന്, കരിഞ്ഞു പോയോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. എൻ്റെ റിവ്യൂയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. കമോൺ. എന്താണ് ആൽഫയുടെ കഥ? കഥയുടെ പശ്ചാത്തലം തുടങ്ങുന്നത് 1999 കാർഗിൽ യുദ്ധകാലത്താണ്. ആ യുദ്ധത്തിൽ നിരവധി ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു. ഭാവിയിൽ ഇന്ത്യൻ സൈന്യത്തിന് ഇത്തരം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോയും സൈന്യവും ചേർന്ന് വളരെ രഹസ്യമായിട്ടുള്ള ഒരു മിഷൻ ആരംഭിക്കുന്നു. അതാണ് ആൽഫ മിഷൻ. വെറുമൊരു മിഷൻ അല്ല ഇത്. ജനറ്റിക് മ്യൂട്ടേഷനിലൂടെ അത്യാധുനികമായിട്ടുള്ള സയൻസിലൂടെയും അതിശക്തമായിട്ടുള്ള സൂപ്പർ സോൾജേഴ്സിനെ നിർമ്മിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി നമ്മുടെ നായികമാരിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഏതോ കാരണത്താൽ വേറെ പിരിഞ്ഞു പോയിട്ടുള്ള സീത, ദുർഗ എന്നീ 2 സഹോദരിമാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവർ മറ്റാരുമല്ല, റോ ചീഫ് ആയിട്ടുള്ള അനിൽ കപൂറിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്നും സൈന്യത്തിൽ നിന്നും പണ്ട് പുറത്താക്കപ്പെട്ട ബേബി ഡിയോൾ അവതരിപ്പിക്കുന്ന ക്രൂരനായിട്ടുള്ള വില്ലൻ കഥാപാത്രം ഈ ആൽഫ പ്രോജക്റ്റും അതിലെ അതിവരഹസ്യമായിട്ടുള്ള സിറവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഈ വില്ലൻ പ്രോജക്റ്റിനെ തടഞ്ഞ് രാജ്യത്തെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ നായികമാർ ഒന്നിച്ചു പോരാടുന്നതാണ് ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ സിനിമ എവിടെ നിന്നൊക്കെ കോപ്പി അടിച്ചു? കോപ്പി എന്നല്ലല്ലോ പറയുന്നത്, ഇൻസ്പിറേഷൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഹോളിവുഡ് പടങ്ങൾ സ്ഥിരമായി കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ സിനിമയുടെ പ്രചോദനം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. മാർവൽ ചിത്രമായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കയിലെ സൂപ്പർ സോൾജിയേഴ്സ് സിറം, പിന്നെ സ്പൈ ആയിട്ടുള്ള പെൺകുട്ടികളുടെ കഥ പറഞ്ഞിട്ട് ബ്ലാക്ക് വിൻഡോ, അങ്ങനെ അതേപടി ഹോളിവുഡിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻ മസാല കൂടി ചേർത്തിട്ട് അത് ഇന്ത്യൻ രാമായണത്തിൻ്റെ ഒരു സ്വാധീനമൊക്കെ ഇതിൽ ഉണ്ട്. എവിടെയൊക്കെയോ വില്ലൻ്റെ ക്യാരക്ടറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ലൊക്കേഷനുമൊക്കെ ഒരു ശ്രീലങ്കൻ ഒരു മറ്റൊരു സ്ഥലം, പിന്നെ സീത വരുന്നുണ്ട്, രാവണൻ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ എവിടെയോ എന്തൊക്കെയോ ഒരു ഇതൊക്കെ അവിടെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആലിയ ഭട്ടിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പെർഫോമൻസ് ആണിത്. ശാരീരികമായി അവർ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ചില സീനുകളിൽ ആലിയയുടെ ബോഡി ലാംഗ്വേജ്, ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക്, അതോടൊപ്പം തന്നെ സ്പൈ ഏജൻറ്റിനും ചേരാത്ത വിധത്തിലുള്ള ചില പെർഫോമൻസ് ചിലയിടത്തൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലെ നായികയായിട്ടുള്ള ഷർവാരി, പുള്ളിക്കാരിയാണ് ഏറ്റവും കൂടുതൽ പെർഫോമിൽ കിടിലമായത് എനിക്ക് തോന്നുന്നു. മാസ് ഗ്ലാമറസ് ലുക്കിൽ പുള്ളിക്കാരി ഷർവാരി ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ബേബി ഡിയോളും അനിൽ കപൂറും, പച്ച അനിമൽ ചിത്രത്തിന് ശേഷം ബേബി ഡിയോൾ ഒരു പവർഫുൾ വില്ലനായിട്ട് സ്ക്രീനിൽ തിളങ്ങിയിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ ഒരു സ്ലാങ് പലയിടത്തും അത്ര സിങ്ക് ആവുന്നില്ല. എന്നാൽ ഈ 69ാമത്തെ വയസ്സിലും അനിൽ കപൂർ മച്ചാൻ്റെ എനർജി സൂപ്പറാണ്, പെർഫെക്റ്റാണ്, കിടിലമാണ്. ഇത് ഈ റെയിൽവേ മാൻ എന്ന വെബ് സീരീസിലൂടെ, മാധവൻ്റെ സിനിമ വെബ് സീരീസാണ്. വളരെ ശ്രദ്ധേയനായിട്ടുള്ള ശിവ റാവാലിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ്. അവർ പിന്നെ താർ മരുഭൂമിയിലെ, അതോടൊപ്പം ചിറാപ്പൂഞ്ചിയിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീക്വൻസുകൾ, അതോടൊപ്പം തന്നെ അത് ആ സീക്വൻസൊക്കെ തിയേറ്റർ തന്നെ കാണേണ്ട ഒരു സാധനമാണ്. പിന്നെ ആലിയ ഭട്ടും പിന്നെ മച്ചാനും കൂടെ ഉള്ള ലാസ്റ്റിലത്തെ ആ ഒരു സാധനവും മ്യൂസിക്കും ഒക്കെ വന്നപ്പോൾ ഉള്ള ആക്ഷൻ സീക്വൻസ് കിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആലോചിക്കുന്നത്, ഈ എന്തുകൊണ്ടാണ് ഈ YRF പിന്നെ ഇവന്മാർ ഒരു പാട്ട് പോലും പുറത്തിറക്കാത്തതിൻ്റെ കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിയേറ്ററിനെ പൂരപ്പുറമ്പാക്കാൻ പറ്റിയ നല്ല കിടിലം പാട്ടുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയൊന്നും പോരുത്, അവസാനം കിടിലം ഒരു പാട്ടുണ്ട്, രണ്ടുപേരും കൂടി തിമിർത്ത ഒരു പാട്ട്. പിന്നെ ഇതിൽ ഏറ്റവും കിടിലം എന്ന് പറയുന്നത്, ഇതിൽ ഒരു ക്യാമിയോ വരുന്നുണ്ട്, കിടിലം. ഒരു 10 മിനിറ്റ് അതും മതി, കിടിലമാണ്. ക്യാമിയോ ആ രംഗം വരുമ്പോൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് ഇത്തിരി കൂടി YRF സ്പൈ യൂണിവേഴ്സിൻ്റെ പടമാണെന്നൊരു ഫീല് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ കൂടാതെ ക്ലൈമാക്സിൽ ആലിയയും ബേബി ഡിയോളും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ആക്ഷൻ സീക്വൻസ് കിട്ടില്ല സാധനം. പിന്നെ ഇവിടെ പണി പാളിയതെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ നെഗറ്റീവ് നോക്കുമ്പോൾ ലോജിക്ക് നോക്കരുത് എന്നത് ശരി, ഓക്കെ, നമുക്ക് ലോജിക്ക് നോക്കണ്ട, സ്പൈ യൂണിവേഴ്സ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ 9-10 മിനിറ്റൊക്കെ ശ്വാസം പിടിച്ച് സൈനികരൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ട് അപ്പാ. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടുകൾ വരുമ്പോൾ, വെടിയുണ്ടകൾ വരുമ്പോൾ ഇങ്ങനെ മാറിക്കൊടുക്കുക, ഇങ്ങനെ മാറുക, തെന്നി മാറുക,
എന്ന് പറഞ്ഞൊക്കെ പെട്ടെന്ന് വെട്ടി മാറുക, അതൊക്കെ ഒത്തിരി ഓവറല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ആര്യഭട്ടൻ്റെ ഇൻട്രോ സീനിൻ്റെ ഒരു ഫൈറ്റുണ്ട്. അതിൽ ഒരു എലി എവിടെയോ ഇങ്ങനെ പറന്ന് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തോ ഊള സി ജി ആണോ പുല്ല്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ നായികമാരുണ്ടല്ലോ, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കിടിലം മേക്കപ്പിൽ എന്ത് സ്റ്റൈലായിട്ട് മേക്കപ്പ് ചെയ്ത് അടിച്ച് പരിപ്പിളകി പണ്ടാരടങ്ങിയിട്ട് പോലും അവരുടെ മേക്കപ്പിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് മേക്കപ്പ് ചെയ്യാനൊക്കെ സമ്മതിക്കണം. അത് പിന്നെ വലിയൊരു സാധനം. പിന്നെ ഈ കഥ വളരെ പ്രെഡിക്റ്റബിളാണ്. പക്ഷേ അവസാനം ഉണ്ടല്ലോ, ഇത് കൊണ്ടൊരു കുടുംബ ചിത്രമാക്കി കളഞ്ഞടേ. എന്തോ ഒരു സ്പൈ ചിത്രം എന്ന് പറഞ്ഞിട്ടല്ലേ ഇറക്കിയത്, ഇത് അവസാനം കൊണ്ടൊരു കുടുംബ ചിത്രം. അച്ഛനും മക്കളും ഒരുമിക്കുന്നു, സ്വതന്ത്രങ്ങളെ ഒരുമിക്കുന്നു, ആ രീതിയിൽ ഒരു ഫാമിലി ഡ്രാമയ്ക്ക് കളഞ്ഞടേ പുല്ല്. ഇത് നമ്മളൊക്കെ കാണാൻ പോകുന്ന സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമല്ലേടേ, അതിനെ നശിപ്പിച്ച് കൊന്നുകൊല വിളിച്ച് പുല്ലന്മാർ. ചുരുക്കി പറഞ്ഞാൽ ഒരു 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ. വലിയ ലോജിക്കൊന്നും നോക്കാതെ ആലിയയുടെയും ഷർവാരിയുടെയും അതോടൊപ്പം തന്നെ മച്ചാൻ്റെയും ക്യാമിയോ റോളൊക്കെ കാണാൻ വേണ്ടി, ഒരു മാസ് എൻട്രി കാണാൻ വേണ്ടി തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് കേട്ടോ. ഒരിക്കലും OTTയിൽ ഇതിൽ വെയിറ്റ് ചെയ്യരുത്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും കിടിലം സിനിമയാണ്. പക്ഷേ ഇതിനെ കച്ചടായി കളഞ്ഞു, സ്റ്റോറി പിന്നെ കച്ചടായി കളഞ്ഞു. തുടക്കത്തിലൊക്കെ നല്ല ഗംഭീരമായിട്ട് കൊണ്ടുവന്നു, പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ കച്ചടാക്കി കളഞ്ഞു അവന്മാർ. അതുകൊണ്ട് ഒരു തവണ പോയി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആൽഫ പിന്നെ ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്